ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഡിന്നറിന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ 100% അതിൽ പൊടി യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാതെ പകുതി നമ്മുടെ ഒരു 50% പൊടിയും 50% വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിന് നല്ലൊരു ബെനിഫിറ്റാണ്. നല്ല ഫൈബർ കണ്ടൻറ്റ് കൂടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്ന് ബീട്രൂട്ട് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. ഒരു പാത്രത്തിലേക്ക് നമ്മൾ 1 കപ്പ് ആട്ടപ്പൊടി ഇടുക. ഞാൻ ഈ ഒരു ചെറിയ കപ്പ് കണക്കാക്കിയിട്ടാണ് എടുത്തത്. ഇനി ഇതേ കപ്പിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബീട്രൂട്ട് ഇടുന്നു. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇത് ഞാൻ ഉപ്പിടാതെയാണ് കേട്ടോ കുഴക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പിടാം, പക്ഷെ ഉപ്പിട്ടില്ല എന്ന് വെച്ചിട്ട് ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബീട്രൂട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. നല്ലതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഇത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി വയ്ക്കാം. പൊടി ഇട്ടിട്ടാണ് ഞാൻ പരത്തി വെച്ചത്. ഇനി ഇത് ചപ്പാത്തി ചുടുന്ന ഇരുമ്പങ്കല്ലിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ അത് ചുട്ടെടുക്കാം. കഴിയുന്നതും ടെഫ്ലോൺ കോട്ടിംഗ് ഉള്ളത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ബീട്രൂട്ട് മാത്രമല്ല, നമുക്കിത് മത്തനെ കൊണ്ടും ക്യാരറ്റിനെ കൊണ്ടും ഇളവൻ കൊണ്ടും കക്കിരി കൊണ്ടും എന്തുകൊണ്ടും നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ വേണമെങ്കിലും ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതോടൊപ്പം കഴിക്കാൻ പറ്റിയൊരു ചട്നി ഉണ്ട്, ഗ്രീൻ ചട്നി. അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനിതിൽ ഷെയർ ചെയ്യാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.